നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് പേര് എൻ്റെ കോൺടാക്റ്റുള്ള ഈ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഈ വീഡിയോ ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊരു 100-300ഓളം പേര് റെഗുലറായിട്ട് എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്ത് എൻ്റെ നമ്പർ സേവ് ചെയ്ത് എന്നെ ഇങ്ങനെ സംശയങ്ങൾ വരുമ്പോഴും കാര്യങ്ങൾ അവരുടെ സങ്കടങ്ങൾ വരുമ്പോഴെല്ലാം ആയിട്ട് എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, പലരുടെ അടുത്തുനിന്നും ഞാൻ മനസ്സിലാക്കിയ ഒരു വലിയൊരു സത്യമുണ്ട്. കാരണം നമ്മളെല്ലാവരും പൈസ സേവ് ചെയ്യുന്നുണ്ട്, പല രീതിയിൽ നല്ല രീതിയിൽ പൈസ സേവ് ചെയ്യുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ചില സുപ്രഭാതങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ പണമെല്ലാം നമ്മളെ കയ്യിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട് പോകുന്നൊരവസ്ഥയുണ്ട്. നമ്മളൊക്കെ എല്ലാം ആഗ്രഹങ്ങളുടെ പുറത്ത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ് മനുഷ്യൻ്റെ. പണം വേണം, പണം ഉണ്ടാക്കണം, ഇതാക്കണം, നമ്മളുടെ പണം കൊണ്ട് മറ്റുള്ളവരെ കാണിക്കണം, നമ്മുടെ ഇതാണല്ലോ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനത്തെ പല കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ ഈ ഒരാളോട് വെച്ച് ഒരു ചേട്ടനോട് ഞാനിങ്ങനെ സംസാരിച്ചപ്പം പുള്ളി ഇങ്ങനെ വിശദമായിട്ട് ഇങ്ങനെ പുള്ളിയോട് പറഞ്ഞു, എടാ നീ ഒരു ട്രെഡ്മില്ലിൽ, നമ്മളെ ജിമ്മിലൊക്കെ പോകുമ്പോൾ ട്രെഡ്മില്ലില്ലേ ഇങ്ങനെ ഓടാൻ വേണ്ടി ഇതാക്കണേ, ആ ട്രെഡ്മില്ലിൽ കയറിയിട്ട് ഓടിയിട്ടുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മളുടെ ജീവിതം അതുപോലെയെന്ന് പറഞ്ഞു. നമ്മൾ തന്നെ ചേട്ടാ, നീ ആദ്യം അതിൽ കയറി നടക്കുന്ന സമയത്ത് നീ മെല്ലെ നടക്കുമ്പോൾ എന്ത് ചെയ്യുക, ഈ സാധനം കറങ്ങുന്നു, നീ മെല്ലെ നടക്കുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്പീഡ് കൂട്ടും. അപ്പോൾ ആദ്യം ഒരു 5 km/h ആണെങ്കിൽ അത് അങ്ങനെ പോവും, പിന്നെ ഒരു 9 km ആവും, പിന്നെ ഒരു 10 km ആവും, പിന്നെ ഒരു 12 km ആവും. ഇങ്ങനെയാവും. ഒരു 12 km സ്പീഡിലേക്ക് നമ്മൾ ഓടുമ്പോഴേക്കും എന്താ അവസ്ഥ? നമ്മൾ വേർത്ത് കുളിക്കും, മടുക്കും, പെട്ടെന്ന് തന്നെ നമ്മൾ എങ്ങനെയും നിർത്തി പുറത്തിറങ്ങും അല്ലേ? പക്ഷേ അത്രയും നേരം നമ്മൾ അത്രയും സ്പീഡിൽ ഓടിയിട്ടും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ശരിയാണല്ലോ, അത്ര നേരം നമ്മൾ ഓടിയിട്ടും ഒരു ഗ്രൗണ്ടിൽ പോയി ഓടുവാണെങ്കിൽ നമ്മൾ അത്ര റൗണ്ട് ഓടിയെന്ന് വിചാരിക്കാം. പക്ഷെ ട്രെഡ്മില്ലിൽ കയറി ഓടിയിട്ട് നിൽക്കുമ്പോൾ അവസ്ഥ എന്നാ? ആ നിന്നേടത്ത് തന്നെ നിൽക്കുന്നത്. നമ്മുടെ മനുഷ്യൻ്റെ ഓട്ടങ്ങളും ഏകദേശം അതുപോലെ തന്നെയാണ്. നമ്മൾ പണത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. അതിൽ കയറി ആദ്യം നമ്മൾ 5 km മെല്ലെ ഓടും. അപ്പോൾ കുറച്ച് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ വീണ്ടും ആഗ്രഹങ്ങൾ കൂടും. ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടി നമ്മൾ സ്പീഡ് കൂട്ടും. അപ്പോൾ അടുത്തതിൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു കഴിഞ്ഞു, അടുത്തതിലേക്ക് പോയി. ഇതിങ്ങനെ ആഗ്രഹങ്ങൾ കൂടിക്കൊണ്ടുപോയി. നമ്മളുടെയൊക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുക എന്നുള്ളതാണ്. എനിക്കൊരു ആഗ്രഹം വന്നു, എനിക്കൊരു പുതിയ ഫോൺ മേടിക്കണം, നമ്മൾ ഇട്ട് ഫോൺ മേടിച്ചു വന്നു. അത് കഴിഞ്ഞപ്പോൾ എന്താ, തൊട്ടപ്പുറത്ത് എനിക്ക് കാർ മേടിക്കണം, കാറ് വന്നു, എന്തൊരു രസം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ, ഇത് വീട് വെക്കണം, വീട് വെച്ചു. എല്ലാം നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുവാണ് നമ്മളുടെ വരുമാനത്തിനനുസരിച്ച്. പലരുടെ സാഹചര്യങ്ങൾ വേറെ ആയിരിക്കും, അതെല്ലാം പോട്ടെ. പക്ഷേ ആഗ്രഹങ്ങൾ കൃത്യമായിട്ട് സാധിച്ചു പോകുന്നുണ്ട് അവൻ്റെ വരുമാനത്തിനനുസരിച്ച്. 10,000 രൂപ വരുമാനമുള്ളവൻ 20,000 രൂപ സ്വപ്നം കാണുന്നു. ആ രീതിയിൽ ആഗ്രഹങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു തെറ്റായിട്ടുള്ള പോക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും, എനിക്കെൻ്റെ ആഗ്രഹം സാധിക്കണ്ടേ, എനിക്കെൻ്റെ ആഗ്രഹം സാധിക്കണം, വേണ്ടേ, എനിക്കെൻ്റെ ആഗ്രഹം സാധിക്കണം. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്തേ പറ്റും, നമ്മൾ ചെയ്യാതിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഇന്നത്തെ വീഡിയോയിൽ എന്തുകൊണ്ടാണ് നമ്മളുടെ കയ്യിലെ പണങ്ങൾ അപ്രത്യക്ഷമായി പോകുന്നത് എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളോട് ചിന്തിക്കും, നിങ്ങളുടെ ജീവിതമായിട്ട് ചിലപ്പോൾ റിലേറ്റഡ് ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിക്കുക, ഞാൻ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണോ ചെയ്തത്, അതെ ഞാൻ ചെയ്തത് തെറ്റായി പോയോ എന്നുള്ള കാര്യത്തെപ്പറ്റി ഈ വർഷം ആദ്യമെങ്കിലും ഇനിയെങ്കിലും നമ്മൾ മാറി ചിന്തിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ എല്ലാ ആഗ്രഹങ്ങൾ ഒരിക്കലും തീരത്തില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ എന്താ പറയുക, മനുഷ്യൻ തൃപ്തിയാകുന്നില്ല. നമുക്ക് എത്ര കിട്ടിയാലും തൃപ്തിയാകാത്ത രീതിയിലുള്ള ഒരു ഓട്ടമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് ഒരുപാട് പൈസയുണ്ട് കയ്യിൽ ഒരുപാട് പൈസയുണ്ട്, പക്ഷെ സമാധാനമില്ല, ഒരു സന്തോഷമില്ല ജീവിതത്തിന്. പലരും ഉണ്ട്, ഒരു കയ്യിൽ പൈസ ഇഷ്ടം പോലെ ഉള്ളവരുണ്ടായിട്ടും ജീവിക്കാൻ ഒരു ഇത് കിട്ടാത്ത, ഒരു സന്തോഷമില്ലാത്ത കാര്യം. പണത്തിന് പുറകെ ഓടും. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, പണം വേണം, പണമില്ലാതെ ഒരു കാര്യം നടക്കത്തില്ല. പക്ഷേ നമ്മളെ ജീവിതത്തിൽ വിജയിക്കാൻ പണം മാത്രം മതിയോ? ഒരിക്കലും പോരാ. പണം മാത്രമുണ്ട്, പണം കൊണ്ടെല്ലാം നേടാന്ന് വിചാരിച്ചാൽ ഇതിലേക്ക് ഒരിക്കലും നടക്കത്തില്ല. നമ്മളൊരു സാധാരണ ജനങ്ങളിൽ ഇന്നത്തെ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാകാനോ ഒന്നുമല്ല. നമ്മളുടെ കയ്യിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ എപ്പോഴും സാധിച്ചുകൊണ്ടിരിക്കാനുള്ള പണം വേണം. പക്ഷേ നമ്മൾ ആഗ്രഹങ്ങളുടെ പുറകെ പോകുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ കൂടെ നിന്ന് നമ്മളുടെ കൂടെ ഒരു കൂട്ടേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മളുടെ കുടുംബം, നമ്മളുടെ ഭാര്യ, നമ്മുടെ മക്കൾ, പാരൻസ്, നിർബന്ധമായിട്ടും കൂട്ടണം, കൂട്ടുകാർ, നല്ല ബന്ധങ്ങൾ, നല്ല സ്വഭാവങ്ങൾ, നല്ല ശീലങ്ങൾ, നല്ല ആരോഗ്യം, ഇതെല്ലാം നമ്മളുടെ കൂടെ കൊണ്ടുപോകണം. എല്ലാ പണം കൊണ്ട്
അക്കൗണ്ടിൽ കോടികളുണ്ട്, പക്ഷെ എനിക്ക് ആരോഗ്യമില്ല എന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൈസ ഞാൻ എങ്ങനെ ചിലവാക്കും, ഞാൻ എങ്ങനെ സ്പെൻഡ് ചെയ്യും? എനിക്ക് ആരോഗ്യം കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് നോക്കാൻ പറ്റൂ. ഇനി ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ട്, എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? ഫുൾ ടൈം ഫിറ്റ്നസ്സും കാര്യങ്ങളും ആരും നോക്കി എൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട്, പക്ഷേ എൻ്റെ പൈസ ചിലവാക്കാൻ പൈസ ഇല്ല, അങ്ങനെയുള്ളൊരു കുറേ പേരുണ്ട്. പക്ഷേ ഇതെല്ലാം കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് പോകുന്ന കുറേ ആൾക്കാരുണ്ട് വളരെ സന്തോഷത്തോടെ. പണമല്ല വേണ്ടത്, പണം വേണം, പണത്തിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, മറ്റ് പല കാര്യങ്ങൾ നമ്മളെ തൃപ്തിപ്പെടുത്തുന്നത് എന്താണ്? നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്നെ തൃപ്തിപ്പെടുത്തുന്നത് എന്താ? ഞാൻ പൈസ കൊടുത്ത് മേടിച്ച സാധനങ്ങളാണോ എന്നെ തൃപ്തിപ്പെടുത്തുന്നത്, എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, എനിക്ക് സന്തോഷം തരുന്നത് എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മുന്നിലുണ്ട്. നമുക്ക് ചിലപ്പോൾ ഈ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന കാറ്, ബൈക്ക്, മൊബൈല്, വീട്, കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം നമുക്ക് സന്തോഷം തരുന്നുണ്ട്. പക്ഷെ ശരിക്കുമുള്ള സന്തോഷം അതാണോ? ഇതിനെല്ലാം ഉപയോഗിക്കുന്നതിനുണ്ടെങ്കിലും മനസ്സിന്റെ സന്തോഷമുണ്ട്. ബാധ്യതകളില്ലാതെ സ്വസ്ഥമായിട്ട് കഴിയാൻ, ടെൻഷൻ ഇല്ലാതെ വീട്ടുകാരോടൊപ്പം ഒരു യാത്ര പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സാധിക്കാത്ത ഒരുപാട് പേരുണ്ട്. പണത്തിന് പുറകെ പോയി മാത്രം കളഞ്ഞ, അല്ലെങ്കിൽ മറ്റുള്ള ഒരു എയിം മാത്രം വിഷമിച്ച് പോകുമ്പോൾ നമ്മളെ ജീവിതം നമ്മൾ മിസ് ചെയ്യുവാണ്. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നാളെ അടുത്ത ഘട്ടത്തിൽ എങ്ങനെ നമ്മൾ അടുത്ത ലെവലിലേക്ക് ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ ട്രെഡ്മില്ലിൽ കയറി ഓടുവാണ്. ഈ ട്രെഡ്മില്ലിൽ കയറി ഓടുമ്പം നമ്മൾ നിന്നേടത്ത് തന്നെ നിൽക്കുവാണോ അതോ അടുത്ത ലെവലിലേക്ക് നമ്മൾ മാറുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഗാഢമായിട്ട് ചിന്തിക്കേണ്ടത്. ഇന്നലെ നമ്മളൊരു ലെവലിലായിരുന്നു, അടുത്ത സ്റ്റെപ്പ് വെക്കുമ്പോൾ നമ്മൾ മുന്നോട്ടാണ് പോകേണ്ടത്, അല്ലെങ്കിൽ നാളെ നമ്മൾ സ്റ്റെപ്പ് വെക്കുമ്പോൾ വീണ്ടും മുന്നോട്ടാണ് പോകേണ്ടത്. ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉറപ്പാക്കിയേ പറ്റൂ. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ നമുക്കൊന്ന് മാറി ചിന്തിക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു 3-4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഓടിക്കൊണ്ട്, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ ട്രെഡ്മില്ലിൽ മേലെ കയറി കിടന്ന് ഓടുന്നില്ലേ, അത്തരം ഓട്ടം ഒന്ന് നിർത്തുക. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എപ്പോഴും ഇപ്പം എനിക്ക് ഒരു സാലറി ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു 6 ലക്ഷം രൂപ ഒരു വർഷം സാലറി ഉണ്ടെന്ന് വിചാരിക്കുക. എൻ്റെ കൂട്ടുകാരന് 12 ലക്ഷം രൂപ സാലറി ഉണ്ട്. അവൻ കാറ് മേടിക്കുന്നു, വീട് മേടിക്കുന്നു, എല്ലാം കാണിച്ചിട്ടിരിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുക നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടന്നിട്ട് കിടക്കുവാണ്, ചേട്ടാ അവൻ അത്രയായാലോ ഇത്രയായാലോ, അവൻ അത് മേടിച്ചു ഇത് മേടിച്ചു, അവൻ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ചിന്തിച്ച് കൂട്ടുവാണ് അവൻ സന്തോഷത്തിലാണെന്ന്. പക്ഷെ അവൻ്റെ ഉള്ളിലെ റിയൽ പെയിൻ എന്താണെന്ന് നമ്മൾ അറിയുന്നുണ്ടോ? അവൻ അതേപോലെ സന്തോഷം ഉണ്ടാകുന്ന നമ്മൾ തെറ്റിദ്ധരിക്കുവാണ്. ഇന്നത്തെ നാട്ടിൽ നിന്ന് നമ്മുടെ വിദേശത്തേക്ക് പോകുന്ന ഒരുപാട് കുട്ടികളില്ലേ, അവർ ഓരോ ഫോട്ടോ ഇടുമ്പോൾ ഇവിടെ നിന്നിട്ട് ഇവിടെ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ള അവസ്ഥയാണ്. അവിടെ എല്ലാവരും വളരെ ഹാപ്പിയാണ്. അവിടെ ചെന്നാൽ എല്ലാം ആയി എന്നുള്ള ചിന്തയിൽ ഇവിടെ നിന്നൊക്കെ ചെല്ലും. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അവസ്ഥ മനസ്സിലാകുന്നത്. നമ്മൾ ഇക്കരെ നിന്ന് നമ്മൾ സ്വയം ചിന്തിക്കും, പക്ഷെ നമ്മളുടെ കയ്യിലുള്ള നമ്മളുടെ അസറ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മളുടെ കയ്യിലിരിക്കുന്ന നമ്മളുടെ ചുറ്റുമുള്ള സന്തോഷങ്ങൾ നമ്മൾ കാണാതെയാണ് മറ്റിതിലേക്കുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പൈസ ഉണ്ടാക്കണം, കൃത്യമായിട്ട് സേവിങ്സ് ചെയ്യണം. ഈ പണം കൊണ്ട് മാത്രം കാര്യമില്ല, ഒപ്പം തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഒരു വാല്യൂ ആയിട്ട് കാര്യങ്ങൾ വേണം. റിലേഷൻഷിപ്സ് കൊണ്ടുപോകണം. ഈ കാര്യങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ നമ്മൾ ഇന്നും ഈ ട്രെഡ്മില്ലിൽ കിടന്നിട്ട് ഇങ്ങനെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കും, നിൽക്കുന്ന സ്ഥാനത്ത് തന്നെ നിൽക്കും. നമുക്ക് ഒരിക്കലും ഒരു വളർച്ച ഉണ്ടാകത്തില്ല. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ കുറച്ച് പേരോടെ ഇപ്പം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും സാധിച്ചെന്ന് വരില്ല. അപ്പം ഞാൻ പറഞ്ഞാൽ എല്ലാം നമുക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല എല്ലാവർക്കും. കാരണം ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചായിരിക്കും ഓരോ ഇത് വരുന്നത്. ഞാൻ പറഞ്ഞു, നമ്മളെ സന്തോഷം കണ്ടെത്തുന്നത് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങി അത് ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രമാണെന്നില്ല, നമ്മളത് ഉപയോഗിക്കുന്നതുകൊണ്ട്, അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കണം നമ്മൾക്കുള്ളിലെ സന്തോഷം വരേണ്ടത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് ഒരു വീട് വെക്കാനുള്ള പൈസ ഇല്ല, പക്ഷേ ഞാൻ നല്ലൊരു വാടക വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ സന്തോഷം കണ്ടെത്തിയാൽ മതി. അല്ലാതെ എനിക്ക് ആ വീടില്ലല്ലോ, ഞാൻ വാടക വീട്ടിലാണല്ലോ താമസിക്കുന്നെന്നുള്ളൊരു അപകർഷതാബോധം എൻ്റെ ഉള്ളിൽ വന്നാൽ എന്താ അവസ്ഥ? എനിക്ക് പറ്റില്ല. അപ്പോൾ ഇല്ലാത്ത കാര്യത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് നമ്മൾ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി, നമ്മളൊക്കെ പൈസ മിക്കവരും ചിലവാക്കുന്നത് മറ്റുള്ളവർക്ക് പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ എൻ്റെ വൈഫിനോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ നമ്മുടെ കല്യാണമൊക്കെ ഞാൻ ആലോചിക്കുന്നത്, ഞങ്ങൾ വലിയ കല്യാണമായിരുന്നു. ഞങ്ങൾ ആയിരക്കണക്കിന് ആളുകളെയും വിളിച്ച് അവിടെ ഒരു കല്യാണം ഇവിടെ ഒരു കല്യാണം, ഞങ്ങൾക്ക് ക്രിസ്ത്യൻസിൻ്റെ 2 കല്യാണം, ഒത്തു കല്യാണം, കെട്ട് കല്യാണം ഒക്കെ 2 കല്യാണമൊക്കെ ഉണ്ട്. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ 10-25-30 ലക്ഷം രൂപയോളം 2 പേരും കൂടെ ചിലവാക്കി. ആ ഒരു പൈസ ഉണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാമായിരുന്നു. ചില സമയത്ത് നമുക്കൊരു ടൈറ്റ് വരുമ്പോഴായിരിക്കും നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുക, അല്ലേ? അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താണ്, നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, ഞാൻ ചെയ്ത മിസ്റ്റേക്കാണത്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ചെയ്തു വെച്ച ചില കാര്യങ്ങൾ നമുക്ക് പിന്നീട് അന്നങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇത്ര മാറ്റി വെക്കാമായിരുന്നു എന്നൊരു ചിന്ത വരും. അപ്പോൾ ആദ്യമേ തന്നെ ആ ചിന്ത ചെയ്യുവാണെങ്കിലോ, നമ്മളെല്ലാം ജീവിക്കുന്നതാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ സ്വന്തമാക്കുന്നതിന് പകരം ആ സ്വന്തമാക്കാതെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പം എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെ ഒരു കാർ മേടിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് കാറ് എല്ലാ ദിവസവും കാർ ആവശ്യമില്ല, നിങ്ങൾ എന്താ പറയുക
പബ്ലിക് ട്രാൻസ്പോർട്ടും കാര്യങ്ങളും ഉപയോഗിച്ച് പോകുന്നവരായിരിക്കും. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് ഒരു ടൂർ പോകുമ്പോൾ മാത്രമാണ് നിങ്ങളൊരു വണ്ടി എടുക്കുന്നതെങ്കിൽ ആ സമയത്ത് വണ്ടി റെൻറ്റിന് എടുത്താൽ മതി. അതിനുവേണ്ടി അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ഇവിടെ വരുമ്പം എനിക്ക് എൻ്റെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി, ജാട കാണിക്കാൻ വേണ്ടി ഒരു വാറ് മേടിച്ച് ഇവിടെ ഇട്ടിട്ട് എല്ലാ വർഷവും ഒരു 10 ദിവസം ഇവിടെ വന്നിട്ട് ആ 10 ദിവസം മാത്രം ഓടിക്കാൻ വേണ്ടി ഒരു വണ്ടി എടുക്കേണ്ട ആവശ്യമില്ല. അത് അനാവശ്യ ചെലവുകളാണ്. മെറ്റീരിയലിറ്റിക്സ് ആയിട്ട് ഒരു മെറ്റീരിയലായിട്ട് നമ്മുടെ കൈ കിട്ടിയാലേ നമുക്കതിന് സന്തോഷം കിട്ടും എന്നുള്ളൊരു ചിന്ത മാറ്റി അതിനെ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ പോകേണ്ട കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് ഞാൻ പറഞ്ഞു കുടുംബമായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് യാത്രകൾ പോവുക, വിദേശ യാത്രകൾ പോവുക, എക്സ്പീരിയൻസ് ചെയ്യുക പല രാജ്യങ്ങളും പല സ്ഥലങ്ങളും, എല്ലാ കാര്യങ്ങളും നമുക്ക് സിമ്പിൾ ആകാൻ ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ ചിലവുകൾ നമുക്കിപ്പോൾ ഞാനും വൈഫും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ടൂർ പോകാറുണ്ട്. മാസത്തിൽ 2 മാസം കൂടുമ്പോൾ പുറത്തൊക്കെ പോകും, കാര്യങ്ങളൊക്കെ ഒന്ന് കറങ്ങും. എന്നാൽ പോകുമ്പോൾ എവിടെ ചെന്നാലും ഞങ്ങൾ ഒരു വൃത്തിയുള്ള റൂം, നീറ്റായിട്ടുള്ള റൂം, നല്ലൊരു ഭക്ഷണം കിട്ടുന്ന സ്റ്റേ. കാരണം പിള്ളേരും കാര്യങ്ങളും ഉണ്ട്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഫാമിലി ആയിട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു നീറ്റ്നെസ് ഉണ്ടല്ലോ. അപ്പോൾ അത്തരം ലെവലിൽ ആർഭാടം വേണ്ട, പക്ഷേ ആവശ്യമുള്ളത് വേണം. അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. എല്ലാ ചെലവുകളിലും നമ്മളൊരു മിതത്വം പാലിക്കുക. നമുക്ക് കൃത്യമായിട്ട് വേണം, ന്യായമായിട്ടുള്ളത് വേണം, പക്ഷേ അതിനകത്തൊരു മിതത്വം പാലിക്കാൻ നമ്മളെല്ലാം ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആഗ്രഹങ്ങൾ വന്നു, പക്ഷേ ഈ ആഗ്രഹങ്ങൾ വന്ന പാടെ സാധിക്കണം എന്നുള്ളൊരു വാശി നമ്മൾ ഒഴിവാക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ ഭാവിയിലേക്ക് മാറ്റി വെച്ചാറുണ്ടല്ലോ, സംതിങ് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റും. ഇപ്പം ഞാനും വൈഫും വളരെ എൻ്റെ എല്ലാ കാര്യങ്ങളിലും തീരുമാനം എടുക്കുന്നത് ഞാൻ അവളോട് ചോദിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ പല കാര്യങ്ങളും, എനിക്ക് ടൂർ പോകാനും കാര്യങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങളുടെ ബിസിനസ് തുടങ്ങി ആദ്യത്തെ വർഷം നല്ല രീതിയിൽ മുന്നോട്ട് വന്നപ്പോൾ ഞങ്ങൾ പല രീതിയിൽ സ്വപ്നങ്ങൾ കണ്ടു. കാറ് വാങ്ങണം, വലിയ വലിയ സ്വപ്നങ്ങൾ, അഹങ്കരിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. പക്ഷേ അതിൽ നിന്നൊരു ഒരു മാർക്കറ്റിലൊരു മാന്ദ്യം വന്നപ്പോൾ നമുക്കൊരു തിരിച്ചടി വന്നു. അപ്പോൾ അത് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾക്കൊന്നും ഞങ്ങൾ മാറ്റം വരുത്തിയിട്ടില്ല, പക്ഷെ ഞങ്ങൾ അതിനൊരു സമയം വെച്ചു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം തീരുമാനിച്ച കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു 2 വർഷത്തിനുള്ളിൽ ഞങ്ങളുടെ അടവുകൾ ഓൾമോസ്റ്റ് തീരും. അപ്പോൾ ആ അടവുകൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ അത് അടച്ച് ക്ലോസ് ആക്കി കഴിഞ്ഞാൽ തന്നെ, ഞങ്ങളുടെ ലോൺ അടവിൽ തീർന്നാൽ തന്നെ ഞങ്ങൾക്ക് വലിയൊരു ബാധ്യതകൾ അങ്ങ് ഒഴിവാകും. ബിസിനസ് റൺ ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് സാധിക്കും. ഈ മന്ത്ലി ചിലവ് എക്സ്പെൻസ് മീറ്റ് ചെയ്ത് പോകാന്ന് വലിയൊരു പ്രശ്നമാണ്. അതിനിടയിൽ നമുക്ക് നമ്മളുടെ ആഗ്രഹങ്ങളും കൂടെ സാക്ഷാത്കരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നല്ലൊരു വണ്ടിയുണ്ട്, പക്ഷെ ആ വണ്ടി മാറ്റി ഒരു പുതിയൊരു വണ്ടിയും കൂടെ എടുത്ത് ഈ ബാധ്യതയ്ക്കുള്ളിൽ ഒരു ഇതും കൂടെ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ കാണിക്കുന്ന അത്യാഗ്രഹമായിരിക്കും അല്ലേ. അപ്പം അത്തരം കാര്യങ്ങൾ മാറ്റി വെക്കുക. എനിക്കൊരു വിദേശയാത്ര പോകണമെന്ന് ആഗ്രഹമുണ്ട്, ഇത്ര രൂപ ചിലവാകും, പക്ഷേ ഞാൻ നമുക്ക് എന്താ പറയുക, ഈ ഒരു സമയം കൂടെ ഒന്ന് മാറ്റി വെച്ചിട്ട് അടുത്തൊരു സമയത്ത് ആ ഒരു 2 വർഷം കഴിയുമ്പോൾ നമുക്ക് ഫാമിലി ഒരുമിച്ച് പോകാമെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ, അതായത് ഇന്നത്തെ ആഗ്രഹങ്ങൾ നമ്മൾ കുറച്ച് നാളത്തേക്ക് മാറ്റി വെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായിട്ട് നല്ല രീതിയിൽ ചെയ്യാം. എല്ലാവർക്കും ഒരുമിച്ച് പോകാം, സന്തോഷത്തോടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. എല്ലാ ആഗ്രഹങ്ങളും ഇൻസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് കിട്ടണം എന്നുള്ളൊരു വാശി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കുക. അതായത് നമ്മളെല്ലാം ഈ സന്തോഷം, ഈ മറ്റേ സാധനങ്ങൾ ഇൻസ്റ്റൻ്റായിട്ട് മേടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്നൊരു സന്തോഷം കിട്ടാൻ, അത് മേടിച്ച് കെട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് കയ്യിൽ കിട്ടും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു മൊബൈൽ മേടിച്ചു, ആ മൊബൈൽ എൻ്റെ കയ്യിൽ കിട്ടുന്നിടം വരെ അതിന് ഹൈ വാല്യൂ ആയിരിക്കും. എന്താ കിട്ടിയില്ല, പക്ഷെ കിട്ടിക്കഴിഞ്ഞാലോ അതിൻ്റെ വാല്യൂ അങ്ങ് താഴേക്ക് പോകും. അത് വീണ്ടും അടുത്ത സാധനം കാണുമ്പോൾ അതിൻ്റെ കിട്ടുന്നിടം വരെ ഹൈ ആയിരിക്കും. ഇതൊരു മെറ്റീരിയൽ, ആ മെറ്റീരിയൽ വസ്തുവിനോടുള്ള ഒരു ആഗ്രഹം കയറുന്നത് പോലെയാണ് നമുക്കുള്ളത്. ആ ആഗ്രഹം, ആ ഒരു മെറ്റീരിയൽ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹമുണ്ട്, ഇല്ലെങ്കിൽ അതില്ല എന്നുള്ളത്. ആ പണം കൊടുത്ത് സന്തോഷം മേടിക്കുന്ന ഒരു സ്ഥിതിയാണ്. നമുക്ക് റിയൽ സന്തോഷം അതല്ല വേണ്ടത്. നമുക്ക് മെറ്റീരിയൽ ആയിട്ടുള്ള സാധനങ്ങളല്ല നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത്, അല്ലാതെ നമ്മൾ ബാക്കിയുള്ള വാല്യൂ ആഡഡ് ആയിട്ടുള്ള വാല്യൂ അസറ്റുകളായിട്ടുള്ള സാധനത്തിൽ, നമ്മളുടെ അസറ്റുകളിൽ നമ്മൾ സന്തോഷം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കണം. നാലാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിൻ്റെ കൺട്രോൾ നമ്മൾ തന്നെ കയ്യിലായിരിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മളുടെ കയ്യിൽ പണം, എന്താ പറയുക, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, പക്ഷേ ഈ പൈസ ഉണ്ടെന്ന് അറിയുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ 1 കോടി രൂപയുണ്ട്, എൻ്റെ അക്കൗണ്ടിൽ സേവിങ്സ് ആയിട്ട് 1 കോടി രൂപയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഹൈ കോൺഫിഡൻസ് കിട്ടും. എനിക്ക് എന്തും പറയാനും, ആരുടെ മുന്നിൽ ഇറങ്ങിച്ചെല്ലാനും, പൈസ സ്പെൻഡ് ചെയ്യാനും, എന്താ പറയുക, ആര് ചോദിച്ചാലും കൊടുക്കാനും, അല്ലെങ്കിൽ പുതിയ റിസ്കുകൾ ഏറ്റെടുക്കാനുമുള്ള കോൺഫിഡൻസ് വരും. നമുക്ക് പുതിയ കാര്യങ്ങളൊക്കെ എല്ലാത്തിനും ഒരു ധൈര്യം വരും, മുന്നിൽ ഇറങ്ങി നിൽക്കാനുള്ള കാര്യം. പക്ഷേ ഈ പൈസ ഇല്ലാതിരിക്കുന്ന ഒരു സമയത്തുണ്ടല്ലോ, ഇത് നേരെ ഓപ്പോസിറ്റാണ്. എല്ലാത്തിനും പിൻവലിഞ്ഞ് നിൽക്കും, ഒന്നിനും ധൈര്യമില്ല, നമ്മളെല്ലാം മെല്ലെ മെല്ലെ പുറകോട്ട് വലിയും, മറ്റേതാണെല്ലാം മുന്നോട്ട് ചാടി ഇറങ്ങും, ഇതെല്ലാം മെല്ലെ പുറകോട്ട് വലിയും. ഇതാണ് പൈസയുടെ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ
ഈ പൈസ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നമ്മളുടെ മൈൻഡ് ഒരുപോലെ കീപ്പ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറയുന്നത്. പണമുള്ള സമയത്ത് എൻ്റെ കയ്യിൽ പണം ഉണ്ടെന്ന് കാണിക്കാൻ, മറ്റുള്ളവരെ കാണിക്കാൻ ഈ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക അല്ലെങ്കിൽ നമ്മൾ ഷോ ഓഫ് കാണിക്കുന്നതിന് പകരം നമ്മളെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയാണ് നമ്മൾ ഉറപ്പാക്കേണ്ടത്. നല്ല നല്ല നിക്ഷേപങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, നല്ല നല്ല കാര്യങ്ങളിലേക്ക് നമ്മൾ പൈസ മാറ്റി വെക്കുക, അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ്സിലേക്ക് കുറച്ച് എമൗണ്ട് ഒരു പുതിയ ബിസിനസ്സിലേക്ക് ഇറക്കി വെക്കുക. ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര നാൾ ജോലി ചെയ്യും? ഒരു രാവിലെ 9 മുതൽ വൈകുന്നേരം 5 മണി വരെ ജോലി ചെയ്യുന്ന ഒരു ട്രാപ്പിൽ പെട്ടിരിക്കും. ഞാൻ പറഞ്ഞു ഇതൊരു ട്രാപ്പാണ്. എന്നും എനിക്ക് ഒരിക്കലും ഒരാളുടെ കീഴിൽ ഞാൻ പണ്ട് ജോലി ചെയ്തിരുന്നു, പക്ഷെ അവിടെ എൻ്റെ സുപ്പീരിയേഴ്സ് എനിക്ക് അത്രമാത്രം ഫ്രീഡം തന്നതുകൊണ്ടായിരുന്നു ഞാൻ ഒരു 5 വർഷക്കാലം ജോലി ചെയ്തത്. പക്ഷെ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ബോസ്, എൻ്റെ ബോസ് വന്നിട്ട് എന്തുകൊണ്ട് അത് ചെയ്തില്ല, ഇതിൽ ചെയ്ത് എന്നെ പുഷ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് അന്ന് ഞാൻ ജോലി രാജിവെച്ചതും എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ പുതിയൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയതും. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഈ കാര്യങ്ങൾ പറയുന്നത് റിട്ടയർമെൻറ്റ് ലക്ഷ്യം വെച്ചിട്ടല്ല. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ റിട്ടയർമെൻറ്റ് ഇല്ല. എൻ്റെ ആരോഗ്യവും എൻ്റെ കാര്യവും നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ല. കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് എത്ര നാൾ വേണേലും പോകാമല്ലോ. നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളുടെ ഒപ്പമുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ആസ് എൻ എന്റർപ്രണർ, ഞാനൊരു എന്റർപ്രണർ എന്ന നിലയിൽ ഞാൻ പറയുവാണ്, നമ്മൾ ഒരിക്കലും ഒരു കാര്യവും എന്താ പറയുക നിത്യകാലത്തെ ഒരു റിട്ടയർമെന്റ് എന്ന രീതിയിൽ ചിന്തിക്കാതെ എന്നും എൻ്റെ ഒരു ഇത്ര വർഷം കഴിഞ്ഞാൽ എനിക്ക് എന്നും വരുമാനം കിട്ടണം എന്നുള്ള ചിന്ത, നമ്മൾ പണിയെടുക്കുന്നില്ലെങ്കിലും നമ്മളുടെ വരുമാനം വർദ്ധിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ അസറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളുടെ ജീവിതത്തിന്റെ കൺട്രോള് നമ്മളുടെ കയ്യിൽ തന്നെയായിരിക്കണം. മറ്റുള്ളവരെ കാണിക്കാതെ, മറ്റുള്ളവർ എന്ത് പറയുന്നുള്ള ചിന്തിച്ച് നിൽക്കാതെ നമ്മളുടെ കൺട്രോൾ നമ്മളുടെ കയ്യിൽ തന്നെ ആയിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിലും നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താ, ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കുറെ കാര്യങ്ങളിലാണ്, അതായത് മറ്റുള്ളവരെ കാണിക്കാനും നമ്മൾ അനാവശ്യ ആഗ്രഹങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടേണ്ട ചില സന്തോഷങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ പൈസ സേവ് ചെയ്യുന്നത്. നമ്മൾ ട്രെഡ്മില്ലിൽ കയറി ഓടുവാണ്, നമ്മൾ ഓടുന്നിടത്ത് തന്നെ നിൽക്കുവാണ്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് മാറ്റി വെക്കണം. നമ്മളുടെ ബുദ്ധിമുട്ടുകൾ നമ്മളുടെ ബുദ്ധിമുട്ട് നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. എൻ്റെ പൈസ ഇല്ലെങ്കിൽ ഞാൻ അതനുസരിച്ച് ചിലവാക്കുക, ഇച്ചിരി മിതത്വം കാണിക്കുക, ചില കാര്യങ്ങൾ കുറച്ച് നാളത്തേക്ക് മാറ്റി വെച്ച് നമ്മൾ കൺട്രോൾ ചെയ്തതിന് ശേഷം ചെയ്യുക. അല്ലാതെ എല്ലാ കാര്യങ്ങളും അറ്റ് പ്രസന്റ് എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നടന്നു പോകുന്നുള്ളൊരു വാശി ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ ജീവിതം മനോഹരമാക്കാം. ഈ പൈസ കൃത്യമായിട്ട്, അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ലോൺ അടവും കാര്യങ്ങളും എല്ലാം തീർത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. ഈ 2025 ഇത്തരം ചില കാര്യങ്ങളൊന്നും മാറി ചിന്തിച്ച് നിങ്ങളുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉറപ്പാക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ പൈസ ഇല്ലാതെ നടക്കത്തില്ല. റിട്ടയർമെന്റ് ഫോക്കസ് ചെയ്യുക. ഞാൻ പറഞ്ഞു എനിക്ക് റിട്ടയർമെന്റ് ഇല്ല, കാരണം പക്ഷേ എൻ്റെ കുട്ടികളുടെ കാര്യവും ഈവൻ എനിക്ക് ഭാവിയിൽ എന്താ പറയുക ഒരു പണിയെടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാലും എനിക്ക് വരുമാനം സൃഷ്ടിക്കണം. ഇന്ന് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്തു വെക്കണം. അത്തരം കാര്യങ്ങൾ ചെയ്തു വെക്കാനുള്ള ധൈര്യം കിട്ടണം. നമുക്ക് പൈസ വേണം. ഇത്ര പൈസ കാര്യങ്ങൾ നമ്മൾ ഉണ്ടാകണം. അപ്പോൾ എല്ലാ കാര്യവും നമ്മളുടെ കിട്ടുന്ന വരുമാനത്തിന് ചെറിയ തുക ചെയ്ത് വെക്കുക. നല്ലൊരു ബിസിനസ്സിലേക്ക്, സ്വന്തം ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ സാധിക്കുമെങ്കിൽ നിങ്ങളത് ചെയ്യുക. ഈ 9 to 5 എന്ന് പറയുന്ന ട്രാപ്പിൽ പെടാതെ ഭാവിയിലെങ്കിലും അതിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള ഒരു ധൈര്യം നിങ്ങൾ എടുക്കുക. ഓക്കെ, നിങ്ങളുടെ ലൈഫ് സന്തോഷമായിട്ട് എടുക്കും. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പ്ലാൻ ചെയ്യുക. ഓക്കെ, ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.